എല്ലാവർക്കും നമസ്കാരം. കാലടി നമുക്കെല്ലാവർക്കും അറിയാം, സാക്ഷാൽ ഭഗവാൻ ശ്രീ ശങ്കര ഭഗവത്പാദരുടെ നാടാണ്. കാലടിയിൽ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമമുണ്ട്. പെരിയാറിൻ്റെ അപ്പുറത്തെ തലയ്ക്ക് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച അദ്വൈതാശ്രമമുണ്ട്. അതിൻ്റെ ഇടയിലാണ് സമീക്ഷ എന്ന് പറയുന്ന ഒരു കേന്ദ്രം, സർവമത കേന്ദ്രം. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 വർഷക്കാലത്തോളം അങ്ങ് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിലേക്ക് സ്ഥലം മാറി പോവുകയാണ്, അവിടുത്തെ സെമിനാരിയുടെ അധ്യാപകനായി പോവുകയാണ്. അപ്പോൾ ഈ സമീക്ഷയെക്കുറിച്ച് ഒരു ചെറിയൊരു വിവരണം തന്നാൽ നന്നായിരുന്നു. രാജീവ് സാറിന് പ്രത്യേകം നമസ്കാരം പറയുന്നു. രാജീവ് സാർ പറഞ്ഞതുപോലെ വളരെ മനോഹരമായ ഈ ഒരു സ്ഥലം, പ്രത്യേകിച്ച് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കേന്ദ്രമാണല്ലോ കാലടി. അപ്പോൾ അവിടെ തന്നെ ഇത് ആരംഭിച്ചത് ഈ ഒരു ഇന്ത്യൻ സ്പിരിച്വാലിറ്റി സെൻറ്റർ എന്നുള്ള ഔദ്യോഗിക നാമത്തിൽ ആരംഭിച്ചത് 1986 ഡോക്ടർ സെബാസ്റ്റ്യൻ പൈനാടത്ത് എന്ന് പറയുന്ന ഒരു ജെസ്വിറ്റ് വൈദികനാണ്. അദ്ദേഹത്തിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ തുടക്കത്തിൽ പ്രവർത്തിച്ചത് ബ്രദർ വർക്കി മാമ്പള്ളിയാണ്. രണ്ടുപേരും കൂടിയാണ് ഇത് ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രചോദനമായിട്ടുള്ള പല ആളുകളുമുണ്ട്. അത് വളരെ പ്രത്യേകമായിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇതിവിടെ തന്നെ തുടങ്ങണം എന്ന് പൈനാടത്തച്ഛനോട് പറഞ്ഞത് ജോസഫ് പാറേക്കാട്ടിൽ എന്ന് പറയുന്ന കർദിനാളാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കർദിനാളായിരുന്ന അദ്ദേഹമാണ് ഇത് പ്രചോദനം കൊടുത്തത്. അതുപോലെ തന്നെ ഈശോസഭയുടെ കേരള പ്രവശ്യയുടെ പ്രൊവിൻഷ്യലായിരുന്ന ജോസഫ് പുളിക്കൽ അച്ഛൻ ഇതിന് പ്രചോദനമായിരുന്നു. അപ്പം അങ്ങനെ പലരുടെയും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് ആരംഭിച്ചത്. അങ്ങനെ ഇതൊരു 40 വർഷം തികയുമ്പോൾ അതിൻ്റെ പ്രശസ്തി പല സ്ഥലങ്ങളിലേക്ക്, പല ദിക്കുകളിലേക്ക് അത് വ്യാപിച്ചു. പ്രത്യേകിച്ച് ജർമ്മൻ സ്പീക്കിംഗ് രാജ്യങ്ങളായ ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ, സിംഗപ്പൂർ, മലേഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിച്ചു. അതുപോലെ തന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്ക്. കാരണം അതിനൊരു കാരണം ഇതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള സെബാസ്റ്റ്യൻ പൈനാടത്തച്ഛൻ്റെ പുസ്തകങ്ങളിലൂടെയും 40ഓളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയും ക്ലാസ്സുകളിലൂടെയും പിന്നെ ആ ക്യാമ്പസിൽ വരുന്നവരുടെ ഒരു അനുഭവത്തിൻ്റെ പങ്കുവെക്കലിലൂടെയൊക്കെ അത് പ്രശസ്തമായിട്ടുണ്ട്. പിന്നെ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എൻ്റെ മനസ്സിൽ വരുന്നത് കുറച്ച് കാര്യങ്ങൾ. ഒന്നാമതായത് ഇതൊരു മതസൗഹാർദ്ദ കേന്ദ്രമാണല്ലോ, എല്ലാറ്റിനെയും സമമായി കാണുക എന്നുള്ള ഒരു സന്ദേശവുമായിട്ടാണ്, സമഭാവനയാണ്. അപ്പോൾ ദൈവത്തെയും മനുഷ്യനെയും പ്രകൃതിയെയും ഒരുപോലെ കണ്ടുകൊണ്ട് അത് ഈ 3 കാര്യങ്ങളോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ ഭക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മതങ്ങളിലുള്ള ആളുകൾ അവിടെ കടന്നു വരുന്നു. എല്ലാ മതങ്ങളിലുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കാനുള്ളൊരിടമുണ്ട്. അവിടെ പ്രാർത്ഥനയേക്കാൾ ഉപരിയായിട്ട് ഒന്നാന്തരം ഒരു ലൈബ്രറി ഉണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ യൂണിവേഴ്സൽ ടെമ്പിൾ, സർവമതക്ഷേത്രം, അവിടെ ഓരോ മതവിഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഇരിക്കുന്നു. അപ്പോൾ എല്ലാ മതങ്ങളുടെയും ഗ്രന്ഥങ്ങൾ, അതിൻ്റെ ഒരു പഠനം, അതല്ലേ കൂടുതൽ അവിടെ ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു ഘടകം. കട്ടിങ് അക്രോസ് ദ ലൈൻ. സാർ പറഞ്ഞതുപോലെ അതൊരു പ്രാർത്ഥനാ മന്ദിരം ഒരു പ്രധാനപ്പെട്ടതാണ്. ഈ 4 പുണ്യഗ്രന്ഥങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ലൈബ്രറി ഉണ്ട്, റിസർച്ച് ലൈബ്രറി ഉണ്ട്. ഒരു 25,000 വോളിയൂംസ് അവിടെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഏത് മതത്തെക്കുറിച്ച് പഠിക്കാനും അതിനുള്ള സൗകര്യമുണ്ട്, അതിനുള്ള പുസ്തകങ്ങളുണ്ട്. പിന്നെ കാലടി യൂണിവേഴ്സിറ്റി ഈ കേന്ദ്രവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നു. അതുപോലെ തന്നെ ഈ കേന്ദ്രത്തിന് രാമകൃഷ്ണ മഠവുമായിട്ടും പിന്നെ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മഗൃഹവുമായിട്ടും അമ്പലവുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇതൊരു പ്രാർത്ഥനാ മന്ദിരമാണ്. അതോടൊപ്പം തന്നെ റിസർച്ച് സെൻറ്ററും കൂടിയാണ്.
ഈ ഫാദർ പൈനാടത്ത് ഭഗവത്ഗീതയുടെ ഒരു വ്യാഖ്യാനം ഗീതാ സാധന എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ കുറിച്ച് അങ്ങേക്ക് എന്താ പറയാനുള്ളത്? മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഭഗവത്ഗീതയുടെ ഒരു അദ്ദേഹം വർഷങ്ങളായിട്ട് ക്ലാസ്സുകൾ എടുക്കുകയും റിട്രീറ്റ് നടത്തുകയും ചെയ്ത ഗീതാ സാധന എന്നുള്ള പേരിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതുതന്നെയാണ് ഈ മാതൃഭൂമി ബുക്സിൻ്റെ ടൈറ്റിലായിട്ട് വന്നിരിക്കുന്നത്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ സെബാസ്റ്റ്യൻ പൈനാടത്തച്ഛൻ്റെ കാഴ്ചപ്പാടിൽ ഗീത വളരെ മനോഹരമായിട്ടൊരു അതിനെ വിശദീകരിച്ചിരിക്കുകയാണ്, വിവരിച്ചിരിക്കുകയാണ്. അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. ക്രൈസ്തവ വിശ്വാസികൾ ബൈബിളിനാണ് പരമപ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവത്ഗീതയ്ക്കും തത്തുല്യ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ക്രൈസ്തവ ജനതയ്ക്കിടയിലും, പക്ഷേ ഇന്ന് പ്രത്യേകിച്ചും കുറേ ആശയകാലുഷ്യം ഉള്ള ഹിന്ദുക്കളുടെ ഇടയിലും എന്തിനാണ് ഇവർ ഭഗവത്ഗീത എന്നുള്ളൊരു ചോദ്യം വരില്ലേ? വളരെ നല്ലൊരു ചോദ്യമാണത്. കാരണം അങ്ങനൊരു കൺഫ്യൂഷൻ പുറത്തുണ്ടാകാം. പക്ഷേ സെബാസ്റ്റ്യൻ പൈനാടത്തച്ഛനെ സംബന്ധിച്ചിടത്തോളം ഭഗവത്ഗീത അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം ഉടനീളം അദ്ദേഹം സൂക്ഷിക്കുന്ന, വായിക്കുന്ന, പഠിക്കുന്ന, ജീവിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനിൽ നിന്നാണ് അദ്ദേഹം സംസ്കൃതവും ഗീതയും പഠിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു മതസമന്വയത്തിൻ്റെ കേന്ദ്രമെന്നുള്ള രീതിയിൽ ഭഗവത്ഗീതയ്ക്കുള്ള റോള് വലിയ റോൾ. ഞാൻ സമീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വളരെ നാളുകളായി. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ ഫാദർ സെബാസ്റ്റ്യൻ പൈനാടത്തിൻ്റെ മുത്തച്ഛൻ, അതൊരു സ്വകാര്യ കാര്യമാണെങ്കിലും അവരിൽ കൂടെ ഒരു പൈതൃകം അവിടെ വരുന്നുണ്ട്. കാര്യം പൈനാടത്തച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അച്ഛനാണ് അനന്തൻ നമ്പൂരി എന്നാണ് കേട്ടത്. പിന്നെ അദ്ദേഹം തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിലെ സംസ്കൃത പ്രൊഫസറായിരുന്നു. പിന്നെ പൈനാടത്തച്ഛൻ ഈ പറയുന്നത് പോലെ പൂന സെമിനാരിയിൽ എന്താണ് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പോയി തുടർ പഠനം ചെയ്യണമെന്നായിരുന്നു. പക്ഷേ സഭ എന്നെ ജർമ്മനിയിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ജർമ്മനിയിൽ ഒക്കെ ഉണ്ടായിരിക്കുന്ന ഈ ഭാരതീയ ദർശനങ്ങൾ പഠിക്കാനുള്ള ഒരു ആഗ്രഹം, സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പൈനാടത്തച്ഛൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ഈ താല്പര്യം, ഇന്ത്യൻ സ്പിരിച്വാലിറ്റി അറിയാനുള്ള താല്പര്യം ജർമ്മനിയിൽ പോയി ഇപ്പോൾ കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ക്രൈസ്തവർക്കിടയിൽ ഭാരതീയ ദർശനം, ഭഗവത്ഗീത, ഉപനിഷത്ത്, ബ്രഹ്മസൂത്രമൊക്കെ പഠിക്കാനുള്ള താല്പര്യം കൂടി വരികയില്ല ചെയ്യുന്നത്. സെബാസ്റ്റ്യൻ പൈനാടത്തച്ഛനും അതുപോലെ തന്നെ സമീക്ഷയിൽ ഉണ്ടായിരുന്ന അച്ഛന്മാർ പലരും ഉൾപ്പെട്ടിട്ട് അവർ തുടങ്ങിയ ഒരു അൽമായ തിയോളജി പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിനകത്ത് ക്രൈസ്തവ ദൈവശാസ്ത്രമാണ് പഠിപ്പിക്കുന്നതെങ്കിലും അതിനകത്ത് വളരെ പ്രധാനമായിട്ട് വരുന്നത് മതസൗഹാർദ്ദമാണ്. അപ്പോൾ അതിനകത്ത് ഭഗവത്ഗീതയുടെ ഒരു റോളും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഇതിനകത്തുകൂടി ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന, ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ് വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഗീതയെക്കുറിച്ചൊരു നല്ല ധാരണ ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ ഞാൻ തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൽ MA പഠിക്കുമ്പോൾ എൻ്റെ കൂടെ കുറേ അച്ഛന്മാരുണ്ടായിരുന്നു. അപ്പോൾ സെമിനാരികളിൽ ശ്രീശങ്കര ആൻഡ് സെൻറ്റ് തോമസ് എക്യൂനാസ് കമ്പാരിറ്റീവ് സ്റ്റഡി, അങ്ങനെയുള്ള സെയിൻറ്റ് അഗസ്റ്റിൻ, സെൻറ്റ് തോമസ് അക്യൂനാസ്, അവർക്കും ഇന്ത്യൻ സ്പിരിച്വാലിറ്റി, അങ്ങനെ ഇപ്പോൾ വളരെ വ്യാപകമായ പഠനങ്ങൾ. ഈ ഇന്ത്യൻ ഫിലോസഫി പഠനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനകത്ത് വലിയ അഗാധ പാണ്ഡിത്യമുള്ള ഒത്തിരി അച്ഛന്മാരുണ്ട്. അവർക്ക് ഭാരതത്തിനപ്പുറം വലിയ സാധ്യതകളും തുറന്നു കിട്ടുന്നുണ്ട്. അവർ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ക്ലാസ്സുകൾ എടുക്കുന്ന അച്ഛന്മാരുണ്ട്.
അപ്പോൾ അവരെല്ലാം എഴുതിയിരിക്കുന്നത് പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് മനസ്സിലാവും. അവർ നല്ല ആഴത്തിൽ പഠിച്ചിട്ടുള്ളവരാണ് സംസ്കൃതവുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഈ ഫിലോസഫി വിഷയത്തിൽ ഒരു വിഷയമാണ് ഇന്ത്യൻ ഫിലോസഫി, ഏർലി ഇന്ത്യൻ ഫിലോസഫി, പിന്നെ മിഡീവൽ ആൻഡ് മോഡേൺ ഇന്ത്യൻ ഫിലോസഫി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫിലോക്കാലിയ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൻ്റെ പ്രചരണം ഒരുപക്ഷെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിരിക്കുന്ന സമീക്ഷ പോലുള്ള സ്ഥാപനങ്ങളാണ്. ഈ ഫിലോക്കാലിയ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രാമകൃഷ്ണ മിഷൻ സ്വാമിയായ സിദ്ധിനാഥാനന്ദ സ്വാമികളാണ്. ഇദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വളരെ വിപുലമായി ആഘോഷിച്ചത് കാലടിയിലെ സമീക്ഷയിലാണ്. അത് ആഘോഷിക്കാൻ കാരണം പൈനാടത്തച്ഛന്, ഫാദർ സെബാസ്റ്റ്യൻ പൈനാടത്തിന് സിദ്ധിനാഥാനന്ദ സ്വാമിയോടുള്ള ആദരവ് അദ്ദേഹത്തെ വിളിച്ച്, അന്ന് അദ്ദേഹം കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ സേവാശ്രമത്തിലാണ്, അദ്ദേഹം കാലടിയിൽ വന്ന് താമസിക്കും. അവിടുന്ന് അഷ്ടവക്രഗീത, നാരദ ഭക്തിസൂത്രം പോലെയുള്ള കൃതികളാണ് സമീക്ഷയിൽ ഇദ്ദേഹം, അതും സിദ്ധിനാഥാനന്ദ സ്വാമിയെ പോലെയുള്ള ഒരാളെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി അവിടെയാണ് ആഘോഷിച്ചത്. ഈ ഫിലോക്കാലിയ ക്രൈസ്തവ സമൂഹത്തിൽ ദാർശനികമായിട്ട് ഉണ്ടാക്കിയ ഒരു സ്വാധീനത്തെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ട് ഒരു വലിയൊരു ദാർശനികമായ ഒരു കാഴ്ചപ്പാട്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ എനിക്ക് പറയാവുന്നത്, ഇതിൻ്റെ ഒരു ആത്മീയത ഒത്തിരി പേര് ഉൾക്കൊണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്തിടക്ക് ഞങ്ങളുടെ ഈ അൽമായ തിയോളജിയിൽ പഠിച്ചു പോയ ഒരു വിദ്യാർത്ഥി അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുകയും അസൈൻമെൻ്റ് എഴുതുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇതിനൊരു ആഴത്തിലുള്ള ആത്മീയ അനുഭവം നൽകുവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഫിലോക്കാലിയ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് സ്വാമിയാണ് എന്നുള്ളത് ഇപ്പോഴും തിരിച്ചറിയാത്ത ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി അതിൻ്റെ ആത്മീയ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വാമി അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിനെ മനസ്സിലാക്കാനും ഒക്കെയുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി വിപുലമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഹൃദയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ധ്യാനം നടത്തുന്ന ഒരു ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ്റെ ഒരു പ്രോസസ്സാണ് അവിടെ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഫിലോക്കാലിയ 3 ഭാഗങ്ങളായിട്ടാണ് സ്വാമി പരിഭാഷപ്പെടുത്തിയത്. ആദ്യം സാധകൻ്റെ സഞ്ചാരം, പിന്നെ സാധകൻ സഞ്ചാരം തുടരുന്നു, പിന്നെ മൂന്നാമത്തെ ഇതിൽ ഒരു ഫിലോക്കാലിയ എന്നുള്ള രീതിയിൽ തന്നെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഫാദർ സെബാസ്റ്റ്യൻ പൈനാടത്തിൻ്റെ ഗീതാ വ്യാഖ്യാനം, അതിൻ്റെ പേര് ഗീതാ സാധന എന്നുള്ളതാണ്. അപ്പോൾ ഫിലോക്കാലിയുടെ ആദ്യത്തെ പരിഭാഷ സാധകൻ്റെ സഞ്ചാരം. അങ്ങനെയാണ് നമ്മൾ 1 വർഷം നീണ്ടു നിന്ന ഗീതയെക്കുറിച്ചിട്ടുള്ളൊരു പരിപാടി അവിടെ ആരംഭിക്കുന്നത് തന്നെ ഒരു സാധകൻ്റെ സഞ്ചാര സരണിയിലൂടെ. അപ്പോൾ സാധന എന്ന് പറയുന്നൊരു ഭാഗം, അതായത് സ്പിരിച്വൽ പ്രാക്ടീസസ് എന്ന കാര്യം വരുമ്പോഴാണ് ക്രൈസ്തവരായാലും ഇസ്ലാമിൻ്റെ ആൾക്കാർ, സൂഫികൾ, പ്രത്യേകിച്ച് ഷൗക്കത്തിനെ പോലെയുള്ളവരൊക്കെ ഇപ്പോൾ അവിടെ സമീക്ഷയിൽ എല്ലാ വർഷവും 2-3 തവണ റിട്രീറ്റ് നടത്തുന്നുണ്ടല്ലോ അല്ലേ? അതെ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കാലടി ശങ്കരാചാര്യ സ്വാമികളുടെ കാലടി, അവിടെ സർവധർമ്മ സമഭാവന എന്ന് പറഞ്ഞാൽ അത് സമീക്ഷയിൽ അതൊരു വളരെ പ്രായോഗികമാകുന്നു. അതുകൂടാതെ വളരെ രസകരമായിട്ടുള്ള കാര്യം, തൊട്ടടുത്താണ് അദ്വൈതാശ്രമം, രാമകൃഷ്ണ അദ്വൈതാശ്രമം, ആഗമാനന്ദ സ്വാമി സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിൽ അദ്ദേഹം വെച്ച് വളർത്തിയ നാഗലിംഗ വൃക്ഷങ്ങളുടെ തൈ ഇപ്പോൾ സമീക്ഷയിലാണുള്ളത്. രാമകൃഷ്ണ അദ്വൈതാശ്രമത്തിൽ പോയാൽ ആ പഴയ ശിവലിംഗ മരങ്ങൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ അതിൻ്റെ തൈ ഇപ്പോൾ വളർന്ന് വലുതായിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു നാടിൻ്റെ പൈതൃകം, അതേത് മതത്തിൽ ജനിച്ചാലും ആ നാടിൻ്റെ പൈതൃകം നമുക്ക് വിസ്മരിക്കാൻ വളരെ
വിഷമകരമായിരിക്കും. അപ്പോൾ ഈ പൈതൃക സംരക്ഷണം അത് അറിഞ്ഞോ അറിയാതെയോ സമീക്ഷ പോലെയുള്ള സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അർണോസ് പാതിരി, അദ്ദേഹം ചെയ്ത സേവനങ്ങൾ, പിന്നെ ഹെഡ്മണ്ട് ഗുണ്ടർട്ട്, ബെഞ്ചമിൻ ബെയ്ലി, ഇവരൊക്കെ തന്നെ യൂറോപ്യൻ അവിടുന്ന് വന്നവരല്ലേ. അതെ. ഈ കേരളത്തിൽ ജനിച്ച് വളർന്ന ഈ പറഞ്ഞ പോലെ ഭാരതീയ പൈതൃകം അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള കേരളത്തിൻ്റെ പൈതൃകത്തെ മനസ്സിലാക്കി പ്രചരിപ്പിക്കുന്ന രീതിയിൽ ഉള്ള പുരോഹിതന്മാർ കുറവാണോ അതോ ഇപ്പോൾ കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ? എൻ്റെ ഒരു തോന്നലിൽ അത് പ്രചരിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ടൊരു ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നു. പക്ഷെ അതിനോട് താല്പര്യമുള്ള ആൾക്കാർ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കുരിശുമല ഫ്രാൻസിസ് ആചാര്യ, അദ്ദേഹം മലയാളി ആയിരുന്നില്ലല്ലോ. ഫ്രാൻസിസ് ആചാര്യ മലയാളി ആയിരുന്നില്ല. അദ്ദേഹം ബെൽജിയൻകാരനായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇവിടെ വാഗമണ്ണിൽ. അതുപോലെ തന്നെ ബെൽജിയൻ ഒരു സ്വാമിയായിരുന്നു, സ്വാമി അഭിഷിക്താനന്ദ, ഫ്രഞ്ചുകാരനായിരുന്നു, ബെൽജിയമല്ല. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഭാരതീയമായ ഒരു ചിന്താഗതി ഇവിടെ ഈ കുളിത്തലയിൽ, തമിഴ്നാട്ടിലെ കുളിത്തലയ്ക്ക് അടുത്തുള്ള ആശ്രമം, അവിടുത്തെ ആശ്രമം സ്ഥാപിക്കുന്നത് ശാന്തിവനം അതുമായിട്ടനുബന്ധിച്ച് പ്രവർത്തിക്കുകയും അതിനുശേഷം അദ്ദേഹം ഹിമാലയത്തിലേക്കുള്ള യാത്രകൾ നടത്തുകയും ചെയ്തു. അതായത് ഗംഗോത്രിയുടെ ഏറ്റവും അങ്ങേറ്റിട്ട് ഗോമുഖിൽ എന്തോ അദ്ദേഹത്തിന് ഒരു ആശ്രമമില്ലേ, അഭിഷിക്താനന്ദ സ്ഥാപിച്ച ഒരു ആശ്രമം ഇവിടെ ഉണ്ട്, ഹിമാലയത്തിലുണ്ട്. പക്ഷെ അത് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഗംഗോത്രി, അതായത് ഗംഗ പ്രവഹിക്കുന്ന ഗോമുഖ്, അവിടെയാണ്. അവിടെ ഒരു ഫ്രഞ്ച് പുരോഹിതൻ പോയി അവിടെ ഒരു ആശ്രമം വെക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം വളരെ സാഗരങ്ങൾക്കപ്പുറം ഇതാണ്. റെയ്മണ്ടോ പണിക്കർ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് വരില്ലേ? റെയ്മണ്ടോ പണിക്കർ ശിഷ്യനല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സമകാലീനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ് അദ്ദേഹം. ആ റെയ്മണ്ടോ പണിക്കരുടെ കോൺട്രിബ്യൂഷൻസിലല്ലേ അങ്ങ് എൻ്റെ അതെ. അപ്പോൾ അതിൽ നിന്ന് റെയ്മണ്ടോ പണിക്കരെ കുറിച്ച് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? റെയ്മണ്ടോ പണിക്കർക്ക് ഒരു കോസ്മോതിയാൻട്രിക് വിഷനാണ്. എല്ലാത്തിനും കോസ്മോസ്, തിയോസ് ആൻഡ് ആന്ത്രപ്പോസ്, ദൈവവും മനുഷ്യനും പ്രകൃതിയും ഒരുമിച്ച് ആയിരിക്കുന്ന ഒരു വിഷനാണ് അദ്ദേഹത്തിന് ഉള്ളത്, പ്രൊജക്റ്റ് ചെയ്യാനുള്ളത്. അത് ഭാരതീയ പാരമ്പര്യത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം മലയാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാദർ മലയാളിയായിരുന്നു, രാമുണ്ണി പണിക്കർ. അതിനുശേഷം അദ്ദേഹം ഇവിടെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കാൻ പോവുകയും അവിടുന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്കോളർഷിപ്പ് നൽകി ഇംഗ്ലണ്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയമാണല്ലോ, എന്തോ എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സ്കോളർഷിപ്പ് റദ്ദാക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം സ്പെയിനിലേക്ക് പോയി. അവിടെ ഒരു സ്പാനിഷ് ലേഡിയെ വിവാഹം കഴിച്ച് രാമുണ്ണി പണിക്കർ. അതിലുണ്ടായ 9 മക്കളിൽ ഒരാളാണ് ഈ റെയ്മണ്ട് പണിക്കർ എന്ന് പറയുന്ന പ്രശസ്തനായ. അദ്ദേഹം ഫിലോസഫറും തിയോളജിയനുമാണ്. ഒരുപക്ഷെ അദ്ദേഹം ക്രിസ്തുമതത്തിലേക്ക് മാറിയതുകൊണ്ടായിരിക്കാമോ ഇവിടെ കേരളത്തിൽ അദ്ദേഹം അറിയപ്പെടാതിരുന്നതിൻ്റെ ഒരു കാര്യം? പക്ഷെ ചെയ്തതൊക്കെ ഭാരതീയ ദർശനങ്ങളുടെ പ്രചാരമാണ്. അതെ. പക്ഷെ ഇവിടെ കേരളത്തിൽ അദ്ദേഹം റെയ്മണ്ടോ പണിക്കരുടെ കാര്യം അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതെ. കാരണം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം ഇംഗ്ലീഷിലും കാറ്റലോണിയ പിന്നെ അതുപോലെ ജർമ്മൻ അങ്ങനെയുള്ള ഭാഷകളിലാണ്. അതിൻ്റെ കുറച്ച് ട്രാൻസ്ലേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും മലയാളത്തിലേക്ക് അത്രയും കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പല ക്രൈസ്തവ സഭകളുമുണ്ട്. പക്ഷേ ഇപ്പം അങ്ങ് പ്രതിനിധീകരിക്കുന്ന
ഈശോ സഭ എന്ന് പറയുന്ന ജെസ്യൂട്ട് സഭ, അവർ ഈ ഇൻ്റലക്ച്വലായ പഠനവും അക്കാഡമിക് രീതിയിലാണ് മുന്നേറുന്നത്. പക്ഷേ മറ്റ് സഭകൾ സേവന മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ സംഭാവനകളാണ് കേരളം ചർച്ച ചെയ്യപ്പെടുന്നത്. ഈശോ സഭ എന്ന് പറയുന്ന ജെസ്യൂട്ട് സഭയുടെ ഇഗ്നേഷ്യസ് ലയോള ആരംഭിച്ച അതിൻ്റെ സ്വാധീനം കേരളത്തിൽ എത്രത്തോളം ഉണ്ട്? ഈശോ സഭയുടെ പ്രവർത്തനങ്ങൾ 9 സ്കൂളുകളിലായിട്ടും പിന്നെ അതുപോലെ തന്നെ കോളേജുകളിലായിട്ടും നടക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നു. അതിനകത്ത് ഒരു മേഖലയാണ് ഇൻ്റർറിലീജിയസ് ഡയലോഗ്. സമീക്ഷയുടെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലും അതിൻ്റെ അലയടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സമീക്ഷ പോലെയുള്ളൊരു സ്ഥാപനം, എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായം, സമീക്ഷ പോലെയുള്ള സ്ഥാപനം ഈശോസഭയിൽ ആയതുകൊണ്ട് സാധ്യമായത്. ജെസ്യൂട്ട് ഒരു ഫോർമേഷൻ്റെയും അതിൻ്റെ ഒരു തുറവിയുള്ളത് കൊണ്ടാണ് സാധ്യമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട്, കാരണം അത് സാറിനറിയാവുന്ന പോലെ എല്ലാ മതങ്ങളോടും ഒരു ഓപ്പൺനെസ് ഉണ്ട് സമീക്ഷയ്ക്ക്. ഇപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രം എല്ലാ ദിക്കിലും നടക്കുന്ന ഒരു കാര്യം ഇൻ്റർ റിലീജിയസ് ഡിസ്കഷൻസ്, ഇൻ്റർ റിലീജിയസ് ഡയലോഗ്. അതായത് വിവിധ മതങ്ങളുടെ ദാർശനികമായ കാര്യങ്ങളെക്കുറിച്ചൊരു താരതമ്യ പഠനം. അത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലൊക്കെ ആനി ബെസൻറ്റിൻ്റെ കാലഘട്ടത്തിലൊക്കെ തുടങ്ങിയതാണ്. പക്ഷേ ഈ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ അതിനെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ സൈലൻ്റായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. കേരളത്തിലിപ്പോൾ സമീക്ഷ കൂടാതെ ഇത്തരം ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഉണ്ടോ? തീർച്ചയായിട്ടും സമീക്ഷ പോലെയുള്ള അന്തരീക്ഷം അല്ലെങ്കിലും മറ്റു വിധത്തിൽ ഇൻ്റർറിലീജിയസ് ഡയലോഗുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അത് കേരളത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചാവറ കൾച്ചറൽ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു നല്ല ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ മറ്റു മതങ്ങളുമായിട്ടുള്ളൊരു ഇൻവോൾവ്മെൻറ്റ് നന്നായിട്ട് നടക്കുന്നു. നേരത്തെ പ്രൊഫസർ ജോസഫ് പുലിക്കുന്നേലിൻ്റെ സ്ഥാപനം ഉണ്ടായിരുന്നു. അത് കുറച്ചും കൂടി ഈ പറയുന്ന പോലെ അവർ പണ്ട് RSS ക്രിസ്ത്യൻ ഡയലോഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ നടത്തിയിരുന്നു. അപ്പോൾ അതുപോലെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ക്രൈസ്തവ സഭയിൽ അത്തരത്തിലുള്ളൊരു സ്ഥാപനം, അതുപോലത്തെ ഒരു സ്ഥാപനത്തെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ സമീക്ഷ പോലുള്ള സമീക്ഷ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ സ്പിരിച്വാലിറ്റിക്കാണ്. സംവാദം, അത് വാദകോലാഹലം അല്ലാതായിരിക്കാൻ സമീക്ഷ എക്കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സിദ്ധിനാഥാനന്ദ സ്വാമി, മഠാനന്ദ സ്വാമി, പിന്നെ നിത്യചൈതന്യതി എവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വന്നിട്ടുണ്ട് പലതവണ. അങ്ങനെയുള്ള സുകുമാർ അഴീക്കോട് ഒരിക്കലും വന്നിട്ടുണ്ട്. അല്ല, അങ്ങനെയുള്ള ദാർശനികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അതാണ് സമീക്ഷയെ ഇന്നും സമീക്ഷയായിട്ട് നിർത്തുന്നത്. അപ്പോൾ ഒരു സമമായ വീക്ഷണം. അപ്പോൾ അവിടെ വന്നാൽ പലർക്കും സമീക്ഷയെക്കുറിച്ചിട്ട് കേട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ വന്നാൽ എങ്ങനെയാണ് താമസിക്കാനും ഒക്കെയുള്ള രീതികൾ? സമീക്ഷയിലേക്ക് എല്ലാവർക്കും എപ്പോഴും കടന്നു വരാം. കാരണം അതിന് ഗേറ്റുകളോ വേലികളോ ഒന്നുമില്ല. അപ്പോൾ എപ്പോഴും തുറന്നു കിടക്കുന്ന ഒരു ഇതാണല്ലോ സാറിനറിയാവുന്ന പോലെ. അപ്പോൾ പകൽ ആർക്ക് വേണമെങ്കിലും കടന്നു വരാം. പിന്നെ അവിടെ താമസിക്കുകയാണെങ്കിൽ നേരത്തെ ഒന്ന് ആശ്രമത്തിൽ വിളിച്ച് പറയണം. കാരണം മുറികളുടെ കുറവ് ആശ്രമമായതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം, ഞങ്ങൾ വളരെ ലളിതമായൊരു ഭക്ഷണമാണ് അവിടുത്തെ രീതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിന് വേണ്ടി ഒന്ന് അറിയിക്കുന്നതല്ല. പകലിൽ കടന്നു വന്ന് അവിടെ വന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, എപ്പോൾ വേണമെങ്കിലും വരാം. ആർക്കും കടന്നു വരാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാമുറി എപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആണ്. പിന്നെ എല്ലാ സെക്കൻഡ് സാറ്റർഡേകളും ധർമ്മസമീക്ഷ കാലങ്ങളായിട്ട് നടക്കുകയാണല്ലോ. അതിൻ്റെ രീതികൾ എന്താണ് ഈ ധർമ്മസമീക്ഷയുടെ? ധർമ്മസമീക്ഷ എല്ലാ മാസത്തിൻ്റെ സെക്കൻഡ് സാറ്റർഡേ ആണ് നടക്കുന്നത്. അതിനകത്ത് ചെയ്യുന്നത്, എൻ്റെ ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മതത്തിൻ്റെ ഒരു പുണ്യഗ്രന്ഥത്തെക്കുറിച്ച് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ അതിനെ കൂടുതൽ പഠിച്ച ആളോ അവതരിപ്പിക്കുന്നു. കൂടുതൽ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ മറ്റു മതത്തിലുള്ള ഒരാൾ അവതരിപ്പിക്കുന്നു. അത്
അവതരിപ്പിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ചോദ്യങ്ങളും ക്ലാരിഫിക്കേഷൻസും ഒക്കെ ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു. അപ്പം അങ്ങനെ അത് പല മതങ്ങളെക്കുറിച്ച് ഈ ഒരു വർഷം മുഴുവൻ എടുത്തിരിക്കുന്നത് ഭഗവത്ഗീതയുടെ ഒരു ഇതാണ്. അപ്പോൾ ഭഗവത്ഗീതയ്ക്ക് മറ്റ് മതങ്ങളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായിട്ടുള്ള ദർശനവുമായിട്ടുള്ള ബന്ധം, അങ്ങനെ ഈ ഒരു വർഷം മുഴുവനും ഭഗവത്ഗീത വരാൻ കാരണം ഒരുപക്ഷെ രാജീവ് സാറിൻ്റെയൊക്കെ ഒരു ഇൻവോൾവ്മെൻറ്റും ഒക്കെ ഉണ്ട് അതിനകത്തുണ്ട്. കാരണം നമ്മൾ ഗീതാ സാധന നടത്തിയല്ലോ. അപ്പോൾ അത് പലരും അതിനെ ആസ്വദിക്കുകയും അതിനെ ആ ചർച്ചകൾ കൂടുതൽ സജീവമാക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണത് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷം അങ്ങനെ പോവാം. അത് സമീക്ഷയുടെ ആത്മാവാണ്. അപ്പോൾ അതുകൊണ്ട് സമീക്ഷയുടെ പശ്ചാത്തലത്തിൽ അങ്ങനൊരു ചർച്ച വരുന്നു. ഇന്ന് നമ്മൾ ഈ ഇത് നടക്കുന്ന സമയത്ത്, ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് സമീക്ഷയിലൊരു ധർമ്മസമീക്ഷ നടക്കുകയാണ്. അപ്പോൾ അത് പ്രൊഫസർ CT ഫ്രാൻസിസ് സാറാണ് ഭഗവത്ഗീതയെക്കുറിച്ചിട്ട് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ സമീക്ഷ പോലുള്ളൊരു സ്ഥാപനം ബൈബിളിന് മാത്രമല്ല ഭഗവത്ഗീതയ്ക്കും അതുപോലെ ഖുറാനും ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് സദ്ഗ്രന്ഥങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സർവധർമ്മ സമഭാവനയുടെ ആ ഒരു സന്ദേശം പ്രചരിപ്പിക്കുക, ഇതാണ് സമീക്ഷയുടെ ഒരു ഇത്. അതും നടക്കുന്നത് കാലടിയിലാണ്. അദ്വൈതത്തിൻ്റെ പ്രചാരകനായിരുന്ന ശങ്കരാചാര്യസ്വാമിയുടെ നാട്ടിൽ അങ്ങനെയൊരു പ്രവർത്തനം കാലടിയിൽ തന്നെ ഇതര സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീ ശങ്കരാചാര്യ സർവകലാശാല തന്നെയുണ്ട്, അവിടെയുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് കാലടിയിൽ പ്രവർത്തിച്ചു പല കാലഘട്ടങ്ങളായത് ഇങ്ങനെ ശങ്കരാചാര്യ സർവകലാശാല പോലെയുള്ള അവർ ഇപ്പോൾ സമീക്ഷ ചെയ്യുന്ന എന്തെങ്കിലും അവിടെ ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ സമീക്ഷ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ? കുറച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂണിവേഴ്സിറ്റിയുമായിട്ടൊരു ബന്ധമുണ്ട്. അവിടെ നടക്കുന്ന റിസർച്ച് കോൺഫറൻസുകൾ നടത്തിയിട്ടുണ്ട് ഒരുമിച്ച്. പിന്നെ അവിടെ നടക്കുന്ന പ്രോഗ്രാമുകൾക്ക് നമുക്ക് കിട്ടാറുണ്ട്, പോകാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. എന്നാൽ ആ യൂണിവേഴ്സിറ്റി കുറച്ചും കൂടി ശങ്കരാചാര്യരുടെ ദർശനത്തെയും കാഴ്ചപ്പാടിനെ കുറച്ചും കൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. കാരണം ആ ഒരു പ്രദേശമായതുകൊണ്ട്, കാലടി പ്രദേശമായതുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണത്. പക്ഷേ സമീക്ഷയുമായിട്ട് നല്ല ബന്ധമുണ്ട്. അല്ല, ഇവിടെ വീണ്ടും ഞാൻ ചോദിക്കുന്ന ഒരു ജിജ്ഞാസുവിനെ സംബന്ധിച്ച്, ഇപ്പോൾ ഭഗവത്ഗീത, ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, പ്രസ്ഥാനത്രയം അത് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു ജിജ്ഞാസു അത് ലോകം മുഴുവനുണ്ട്. അങ്ങനെയുള്ള ഒരാൾ കാലടിയിലേക്ക് വരുന്നു. അവർക്ക് ഈ പറഞ്ഞ പോലെ അറിവ് അറിയാൻ വേണ്ടി ഒരു കുറച്ച് ദിവസം അവിടെ താമസിക്കണം. അതും ഹോട്ടലുകളും അതൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കുക. ഇതൊരു ആരണ്യക സദൃശമായ സമീക്ഷയെ പോലെ ആരണ്യക സദൃശമായ ഒരു കേന്ദ്രം. അത് കാലടിയിലിപ്പോൾ വേറെ ഏതാണുള്ളത്? അതൊരു സമീക്ഷയുടെ ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ നിറച്ച് വൃക്ഷങ്ങളും, അത് ഒരുപക്ഷെ വയനാട് തച്ചൻ്റെ അദ്ദേഹത്തിൻ്റെ ദർശനം കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇത്ര 40 വർഷത്തോളം അതിൻ്റെ മാറ്റമില്ലാതെ തുടരുന്ന ഒരു സ്ഥലമാണത്. ഇപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ എത്ര വയസ്സായിട്ടുണ്ട്? 85 വയസ്സിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ 85 വയസ്സിൽ ഏകദേശം ഒരു 40 വർഷക്കാലം മതിയാവില്ല ആ ഒരു സമീക്ഷ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആയുസ്സും വപുസ്സും സമർപ്പിച്ചു. അതെ. ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് പറയാനുള്ളത് കാലടിയിലെ ആഗമാനന്ദ സ്വാമിയെക്കുറിച്ച്. 1936 ഒരു ശങ്കര ജയന്തി ദിനത്തിലാണ് അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. പിന്നീട് ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമമായി. 1961 അതായത് അദ്വൈതാശ്രമത്തിൻ്റെ 25ാം വാർഷികം രജത ജൂബിലി
ആഘോഷം വളരെ വിപുലമായി നടത്താനുള്ള ഇതിൽ അദ്ദേഹം പെരുമ്പാവൂർ റയോൺസിൽ പോകുന്നു. അവിടെ വെച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആലോചിക്കാൻ കൂടി അവിടെയും കൂടി പങ്കാളിത്തം MKK നായർ ഫാക്ടിൻ്റെ ഉദ്യോഗസ്ഥൻ അങ്ങനെയൊക്കെ വിളിച്ചിട്ടാണ് അവിടെ പോകുന്നത്. അവിടെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വാമിക്ക് അസുഖമാവുന്നത്. അവിടെ റയോൺസ്, അപ്പോൾ പെരുമ്പാവൂർ റയോൺസിൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. അവിടെ വെച്ച് അദ്ദേഹം മരിക്കുന്നു. അപ്പോൾ ഒരു 25 വർഷക്കാലത്തെ പ്രയത്നം, 61 വരെ, 63 വിവേകാനന്ദ ജന്മശതാബ്ദി. അപ്പോൾ കാലടി ഒരു കാലഘട്ടത്തിൽ ശങ്കരാചാര്യസ്വാമികളുടെ കാലടി 36 മുതൽ 61 വരെ ആഗമാനന്ദ സ്വാമികളുടെ ഈ വ്യക്തിപ്രഭാവത്തിൽ കേരളത്തിൻ്റെ എന്നല്ല ഭാരതത്തെ തന്നെ ഒരു ആധ്യാത്മിക കേന്ദ്രമായ ഒരു പുനരുജ്ജീവനം, ശങ്കരാചാര്യസ്വാമി അദ്ദേഹത്തിൻ്റെ സന്ദേശ പുനരുജ്ജീവനുണ്ടായി. അങ്ങനെ ഒരു പുനരുജ്ജീവനം കുറേയൊക്കെ അദ്ദേഹം നിലനിർത്താൻ സമീക്ഷ ശ്രമിച്ചിട്ടുണ്ട്. അതിനൊരു കാരണം എനിക്ക് തോന്നുന്നത് ഈ ഈശോ സഭ എന്ന് പറയുന്ന ജെസ്യൂട്ട് സഭ ക്രൈസ്തവ സഭകളിൽ വെച്ച് സന്യാസത്തിനോട് വലിയ ഒരു പ്രാധാന്യം നൽകുന്നു. ഇപ്പോൾ കാലം കഴിയും തോറും ക്രൈസ്തവ സമൂഹം, കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി സന്യാസത്തിനോട് എന്താ പ്രതിബദ്ധത, ഡെഡിക്കേഷനുള്ളവരുടെ എണ്ണം കുറയുന്നില്ലേ? അതെ. ഇപ്പോൾ പള്ളിയിൽ അച്ഛന്മാരാവാനും കന്യാസ്ത്രീകളാവാനുള്ളവരുടെ എണ്ണം കാലം കഴിയുന്തോറും കുറഞ്ഞല്ലേ വരുന്നത്. അപ്പോൾ ഇതൊരു എനിക്കൊന്ന് ഹിന്ദു മതത്തിനേക്കാൾ ഏറെ ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന വലിയൊരു വെല്ലുവിളി, പ്രതിസന്ധി. ഇപ്പോൾ തന്നെ ക്രിസ്ത്യാനികളുടെ എണ്ണം, ജനസംഖ്യ ഇത് കുറയുന്നു എന്ന് പറയുന്നു. ഈ പുരോഹിതന്മാരുടെയും ഒക്കെ എണ്ണം കുറയുമ്പോൾ അത് നേരിടുന്ന വെല്ലുവിളി. അതൊരു വലിയൊരു സന്യാസ ജീവിതത്തിലേക്കുള്ള ക്രൈസ്തവ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹത്തിൽ ഈ സന്യാസത്തിലേക്കുള്ള ദൈവവിളി വളരെ കുറഞ്ഞു വരുന്നു, അതിനകത്തേക്ക് ചേരുന്ന ആളുകൾ കുറയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. ക്രിസ്ത്യാനികൾക്കിടയിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹത്തിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി അവിടെ ആവശ്യപ്പെടുന്നു. കത്തോലിക്ക സമൂഹമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ലാറ്റിൻ സഭയും അതുപോലെ സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയും, ഈ 3 സഭകൾ ഒരുമിച്ച് കൂടുന്നതാണ് കത്തോലിക്ക സഭ. അതായത് മാർപ്പാപ്പ, റോമിലെ മാർപ്പാപ്പയോട് പ്രത്യേക വിധേയത്വം കാണിക്കുന്ന സഭകളാണ്. മറ്റ് സഭകൾ ഉണ്ട്, അപ്പോൾ അവർക്ക് അവരുടേതായ പ്രവർത്തന രീതികളുണ്ട്. അപ്പോൾ കത്തോലിക്ക സഭയിൽ ഇങ്ങനെ സന്യാസത്തിന് വേണ്ടിയുള്ളൊരു ഒരു പ്രൊമോഷനുണ്ട് ഇവിടെ, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാരമ്പര്യത്തിലുണ്ട്. അപ്പോൾ സീറോ മലബാർ സഭാ സമൂഹത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു സന്യാസ പാരമ്പര്യം അതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഈ ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട് അതിൻ്റെ ചരട് പിടിച്ചുകൊണ്ട് ഒത്തിരി പേര് അതിന് സന്യാസത്തിന് പോകുന്നുണ്ട്. അപ്പോൾ അത് ഈ കാലഘട്ടത്തിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ക്രൈസ്തവ സമൂഹത്തിലെ സന്യാസവും ഹിന്ദു ധർമ്മത്തിലെ സന്യാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസം? കൃത്യമായിട്ട് എനിക്കൊന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിൽ ഒരു ഇപ്പോൾ ഈശോ സഭയിലാണ്, ജെസ്യൂട്ട് ഫാദേഴ്സ് ആണെങ്കിലൊരു ചിലർ 10 വർഷം പഠിച്ചതിന് ശേഷം അവർ ഇതിലേക്ക് കടക്കുന്നു, ചിലർ 17 വർഷം പഠിക്കുന്നു. അപ്പോൾ അതിൻ്റെ അവസാനം ഒരു ഫൈനൽ അന്തിമ വാഗ്ദാനമുണ്ട്. അപ്പോൾ അതിനകത്ത് സർവ്വതും എഴുതി കൊടുത്തുകൊണ്ട് പരിത്യാഗിയായിട്ട് ഈ സഭയ്ക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയിട്ടും ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഒരുപക്ഷെ ഭാരതീയ സന്യാസ രീതിയിൽ അങ്ങനെ സംഘപരിത്യാഗികളായിട്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ, ഒത്തിരി സന്യാസിമാരുണ്ട്.
ഒരുപക്ഷെ അത്തരത്തിലാണ് ഞാൻ അത് എൻ്റെ ഒരു കമ്പാരിഷൻ കാണുന്നത്. യഥാർത്ഥത്തിൽ സർവസംഘ പരിത്യാഗി സന്യാസി. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഭാരതത്തിലെ കേരളത്തിലെ ഒരു ക്രൈസ്തവ സമൂഹത്തിന് സന്യാസത്തിനോട് ഇപ്പോൾ പല ഹിന്ദു സംഘടനകളും ചോദിക്കുന്ന എന്താ, ക്രിസ്തു മതത്തിലെ പുരോഹിതന്മാർ എന്തെല്ലാം ചെയ്യുന്നു, ഇസ്ലാമിലെ പുരോഹിതന്മാർ എന്തെല്ലാം ചെയ്യുന്നു, എന്തുകൊണ്ട് ഈ കാവ്യ അണിയുന്ന സന്യാസിമാർക്ക് അവരെ പോലെ പലതും എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു ചോദ്യം. അതായത് ആ ചോദ്യം തന്നെ വരുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് ഹിന്ദു സന്യാസത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ പ്രവൃത്തി ധർമ്മവും നിവൃത്തി ധർമ്മവും ഉണ്ട്. അപ്പോൾ സന്യാസി, ഹിന്ദു സന്യാസി ഇത് ഏത് ചെയ്യണം, പ്രവൃത്തി ധർമ്മം ചെയ്യണോ നിവൃത്തി ധർമ്മം ചെയ്യണം. പക്ഷെ ഒരു കാര്യം, ഈ ക്രൈസ്തവ സമൂഹത്തിൽ സന്യാസം അങ്ങ് പറഞ്ഞല്ലോ, എന്തൊക്കെ പറഞ്ഞാലും ഒരു 10 വർഷം. ഇപ്പോൾ രാമകൃഷ്ണ മിഷനിലും അങ്ങനെ സന്യാസിയാവണമെങ്കിൽ 10 വർഷത്തോളം ബ്രഹ്മചാരിയായിട്ട് കഴിയണം. അങ്ങനെ മറ്റേ ഒരു സിസ്റ്റം ഉണ്ട്. ഇതൊന്നുമല്ല യഥാർത്ഥ സന്യാസം. ത്യാഗവും സേവനവും പിന്നെ ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരുമോ അതറിയാനുള്ള ആഗ്രഹം, ഇത് വേറെ ഇരിക്കുന്നു. പക്ഷേ ഇന്ന് കേരളത്തിൽ ഹിന്ദുക്കളുടെ ഇടയിൽ ശിവരാത്രിയുടെ തലേ ദിവസം ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ പോയാൽ കാവ്യ കിട്ടും. അല്ലെങ്കിൽ ഗുരുപൂർണിമ, വ്യാസജയന്തിയുടെ അന്ന് ഏതെങ്കിലും സന്യാസിയുടെ അടുത്ത് ഏതെങ്കിലും എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഇതല്ല. അതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ പറയുന്നൊരു വാചകമുണ്ട്, കാൽപ്പനിക കാന്തി കലർന്നതാണ് സന്യാസം, പലരുടെയും ജീവിതത്തിൽ. സ്വാമി വിവേകാനന്ദനാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ അറിയില്ല, സൂഫി സന്യാസിമാർ അവിവാഹിതന്മാരൊക്കെയായി നടക്കുന്നുണ്ട്. സന്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഹിന്ദു സന്യാസിമാരും ക്രൈസ്തവ സന്യാസിമാരും എന്ന് പറയും ആ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ ഒരു 10 വർഷത്തെ ഒരു നീണ്ട കാലയളവിൻ്റെ പരിശീലനം ക്രൈസ്തവ ആൾക്കാർക്ക് കിട്ടുന്നതുണ്ട്. അതിൻ്റെ ഒരു ട്രെയിനിങ്, അതിൻ്റെ പിന്നീട് ഇപ്പോൾ പൈനാടത്തച്ഛൻ സമീക്ഷ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ 40 വർഷക്കാലം അദ്ദേഹം അതിനു വേണ്ടി, കാര്യം ഒരു സ്ട്രക്ചറിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ സ്ട്രക്ചറിന് അതിനെ ചോദ്യം ചെയ്യാതെ തന്നെ അതിനെ അതിജീവിച്ച് ഭാരതീയമായ ഒരു രീതിയിൽ കടന്നു പോയി. അത് വലിയൊരു വെല്ലുവിളിയാണ്. ഒരു സെമറ്റിക് മതത്തിനെ സംബന്ധിച്ച് അതൊരു വലിയ ജീവിതത്തിലെ ഒരുപാട്, ഇപ്പോൾ തന്നെ പൈനാടത്തച്ഛൻ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം എഴുതണു. അതിന് വേണ്ടി ഇതേപോലെ ഇതര മതത്തിലെ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി പ്രഭാഷണം ചെയ്യുമ്പോൾ ചോദിക്കാം പൈനാടത്തച്ഛനോട്, എന്തിനാച്ചാ ഇത്, നമുക്കൊരു ബൈബിളില്ലേ? അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ ഹിന്ദുക്കളിപ്പോൾ ബൈബിൾ പഠിക്കാനോ ഖുർആനോ പഠിക്കാൻ, അത് ഈ പറഞ്ഞ പോലെ സംവാദത്തിൻ്റെ അല്ല, വാദവിവാദങ്ങൾക്കാണ്. സമീക്ഷ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന പോലെ അങ്ങേ ഇപ്പോൾ സമീക്ഷയിൽ 10 വർഷക്കാലം പ്രവർത്തിച്ചിട്ട് സമീക്ഷയുടെ ഒരു യുണീക്ക്നെസ്, വ്യതിരിക്തമായ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഒരു വാദകോലാഹലങ്ങൾക്കും പോകാതെ ഇപ്പോൾ ജോസഫ് പുലിക്കുന്നേലുമായിട്ടുള്ള സംവാദം പോലെ സമീക്ഷയിലും നടത്തണം എന്നൊരാഗ്രഹത്തോടുകൂടി പലരും അവിടെ ചെന്നണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ പൈനാടത്തച്ഛൻ ആ ഒരു രാഷ്ട്രീയമോ സാമൂഹികമായോ ഒരു തലത്തിൽ നിന്നുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് രൂപപ്പെട്ടത്, ദാർശനികമായ തലത്തിലാണ്. അപ്പോൾ ഈ സമീക്ഷ പ്രത്യേകിച്ചും ആദിശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് ലോകം മുഴുവനും അറിയപ്പെടുന്ന കാലടിയിലെ സമീക്ഷ, അവിടെ ഒരു സമമായ വീക്ഷണം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മതസംഘടനകളോ പറയുന്ന അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അല്ല രൂപപ്പെടുത്തിയത്. സമമായ വീക്ഷണം ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതൊരു ദാർശനിക കേന്ദ്രമാണ്. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ എല്ലാ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ട് പോകുന്ന ചില വ്യക്തികളുണ്ട്. അതൊരു പക്ഷേ ഇപ്പം ചവറ അച്ഛൻ തുടങ്ങി. ഇപ്പം ഞാൻ കേട്ടിരിക്കുന്നത് എന്താണെന്നറിയോ,
ചവറ അച്ഛൻ പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. അത് വളരെയധികം വിമർശന വിധേയമായിട്ടുണ്ട്. ഒരു അമ്പലം തുടങ്ങിയാൽ അടുത്തൊരു ഊട്ടുപുര ഉണ്ടാവും, അവിടെ ബ്രാഹ്മണർക്ക് സദ്യ കിട്ടും. നേരെ മറിച്ച് ഒരു പള്ളി തുടങ്ങിയാൽ അവിടെ ഒരു പള്ളിക്കൂടം ഉണ്ടാവും, അവിടെ എല്ലാവർക്കും വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസം ഉണ്ടാവും. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പലതരത്തിൽ. അപ്പോൾ ഇവിടെ പറയുന്ന അതൊക്കെ അവർക്ക് ഫോറിൻ മണി ഉണ്ട്, വിദേശ ഫണ്ട് വരുന്നു, സ്ഥാപനങ്ങൾ നടത്തുന്നു, പിന്നെ അവർക്ക് പല പല ലക്ഷ്യങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ. അങ്ങനെയൊക്കെയാണല്ലോ പ്രചരണങ്ങൾ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ രാജീവ് ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന ഞാൻ സമീക്ഷയിൽ വരുമ്പോൾ ഇതൊന്നും എൻ്റെ വിഷയങ്ങളല്ല. എനിക്ക് പറയാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ഭഗവത്ഗീതയോ ഉപനിഷത്തുകളൊക്കെ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അപ്പം നമ്മുടെ സമൂഹം, പ്രത്യേകിച്ചും കേരളീയ സമൂഹം, ഒരുപാട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിശബ്ദമായും വളരെ ശബ്ദമുഖരിതവുമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സമീക്ഷ വളരെ നിശബ്ദമായും നിസ്തുലവുമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിനീ പറയുന്ന പോലെ രാഷ്ട്രീയമായോ മറ്റ് ലക്ഷ്യങ്ങൾ അതെനിക്കൊന്ന് ഈ ജെസ്യൂട്ട് സഭയുടെ ഒരു പാരമ്പര്യമാണെന്ന് തോന്നുന്നു. ജെസ്യൂട്ട് സഭാസമൂഹം ഊന്നൽ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ടു സീ ഗോഡ് ഇൻ ഓൾ തിങ്സ്, എല്ലാറ്റിലും ദൈവത്തെ ദർശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അലയടി നമുക്കിവിടെ കാണാൻ സാധിക്കും. സമീക്ഷയുടെ പ്രവർത്തനങ്ങളിൽ അത് കാണാൻ സാധിക്കും. എല്ലാറ്റിലും ദൈവത്തെ കാണുക എന്നുള്ള ഒരു ദർശനം അതിൻ്റെ വിശാലമായ അടിസ്ഥാനത്തിൽ നമുക്ക് സമീക്ഷയിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ജെസ്യൂട്ട് സന്യാസ സമൂഹത്തിലെ സന്യാസ ജീവിതം ഈ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ എല്ലാറ്റിലും ദൈവത്തെ കണ്ടുകൊണ്ട് അവിടെ ഏത് മേഖലയിലാണെങ്കിൽ അവിടെ കടന്നു ചെല്ലുക, പ്രവർത്തിക്കുക. അത് റെഫ്യൂജീസിൻ്റെ കാര്യത്തിലാകാം, അല്ലെങ്കിൽ മറ്റ് കഷ്ടപ്പെടുന്ന മേഖലയിൽ മൈഗ്രൻ്റ് വർക്കേഴ്സ് ആകാം. അങ്ങനെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നതിൻ്റെ പുറകിലുള്ള ഒരു ചേതോവികാരം ഇത് തന്നെയാണ്, ടു സീ ഗോഡ് ഇൻ ഓൾ തിങ്സ്. അപ്പോൾ ഈ ഒരു സന്യാസ സമൂഹത്തിൻ്റെ ഒരു തുറവിയാണ് സമീക്ഷ തുടങ്ങുവാൻ വയനാടത്തച്ഛന് കരുത്തേകിയത്. അത് തീർച്ചയായിട്ടും ആ സമൂഹം വയനാടത്തച്ഛൻ്റെ ഈ സമീക്ഷയുടെ ഒപ്പം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, പ്രചോദിപ്പിക്കുന്നു. അപ്പോൾ ഇത്ര നേരം ശ്രവിച്ചിരുന്നതിന് പ്രത്യേകം നന്ദി. രാജു സാറിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. കാരണം രാജു സാറ് സമീക്ഷയുടെ അടുത്ത സുഹൃത്താണ്. ഒത്തിരി ഓൺലൈൻ പരിപാടികൾ, ഓഫ്ലൈൻ പരിപാടികൾ നടത്തുന്നുണ്ട് അവിടെ. അപ്പോൾ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം.